അതിനല്ലടാ സ്വപ്ന പറഞ്ഞതേ കമ്മീഷൻ. വീടി കണ്ടെത്തിയത് കോഴയും. കോഴ തന്നെ എന്തോ കണ്ടെത്തിയത്. കോഴ തന്നെ. അവിശ്വാസ കൊടുങ്കാറ്റിലേക്ക് സഭ. കുറച്ച് നാളായല്ലോ തുടങ്ങി. അല്ലെന്ന് ഗ്രഹപാഠം ചെയ്ത് മന്ത്രിമാരെത്തും. ജിമ്മിലെ മസിലും മണ്ണിലെ മസിലും. അതാരാ? ടോവിനോ? ടോവിനെയും അല്ല തന്തപ്പടിയും. 57 പോയി കേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇതെവിടായിരുന്നു? 14 ദിവസം അകത്തായിരുന്നു. അകത്തായിരുന്നു? ക്വാറന്റൈനിലായിരുന്നേ. ഓഹോ ക്വാറന്റൈൻ. അങ്ങനെ. എന്തു പറ്റി നമ്മുടെ പയ്യന്മാർക്കൊക്കെ ഒരു മ്ലാനത? അറിയുന്നില്ലേ? ഓരോന്നോരോന്നായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എവിടെ പോയിക്കൊണ്ടിരിക്കും? നമ്മുടെ കോവിഡ്. ഓഹോ കോവിഡായിരുന്നു. അല്ല ആപ്പുകൾ. ആപ്പാ? അണ്ണാ നിങ്ങൾ കണ്ടണ്ണ തുണി നനച്ചോണ്ടിരിക്കണല്ലേ? എടാ അമ്മച്ചിയുടെ നല്ല പ്രായം ഉണ്ടാ. അതല്ലണ്ണ അതുകൊണ്ട് നിങ്ങളെ മുറപ്പെണ്ണിനെ കൊണ്ട് പോണണ്ട. എവിടെ അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ലാത്ത പറയല്ലേ. അണ്ണാ നോക്കണ്ട അങ്ങോട്ട്. സംഭവം ഉള്ളതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ ബൈക്കുകാർ. എന്നാ പാ നമുക്കിന്ന് രണ്ടിലൊന്നും അറിയാൻ പോവാം. ആവശ്യം നേരെ നടന്ന ഒരു കോംപ്രമൈസ് അവിടെ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. അതത്രേ ഉള്ളൂ. ഞാൻ പിന്നെ സംസാരിക്കാൻ പോവാ. ഊണുകാലമായപ്പോൾ വന്നിരിക്കുന്നു. അതെ, ഈ നാട്ടിൽ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. സോഷ്യൽ കമ്മിറ്റ്മെന്റ്. അതെ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടും ചിന്താഗതിയൊക്കെ ഉണ്ടാവും കേട്ടാ. എനിക്കതുപോലെ ഉണ്ട്. നീതിയടാ, നീ ആരെ പഠിക്കുന്നത്? കാഴ്ചപ്പാട്. എടാ ഈ തറവാടിൻ്റെ അന്തസ്സിനെ കുറിച്ച് നിനക്കറിയാമോ? ശശി തരൂർ, ബറാക്ക് ഒബാമ, രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദി എന്നീ തറവാടികളുമായിട്ടാണ് നമുക്ക് സമ്പർക്കം. അന്തസ്സിനെ കുറിച്ചൊന്നും അധികം പറയണ്ട. ഞാൻ ഇപ്പോൾ കവലയിൽ നിന്നാണ് വരുന്നത്. അവിടെ ഒരുത്തനായിട്ട് ടിക്ടോക്കും ചെയ്ത് കൊഞ്ചി കുഴഞ്ഞ് കെട്ടിമറിഞ്ഞ് നിൽപ്പുണ്ട് അമ്മാവൻ്റെ മോള്. ഇല്ലടാ, അവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിയിട്ടിക്കാനുള്ള എല്ലാ പദ്ധതിയും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. താമസിക്കാതെ അത് ഉടനെ നടപ്പിലാക്കും. വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ ചെയ്തോളാം. നീ വാടാ, നല്ല കഞ്ഞിയും പുഴുക്കൊണ്ട് കഴിച്ചിട്ടില്ല. പിള്ളേർ ഹലോ മിസ്റ്റർ ബപ്പൻ. യെസ്, ബപ്പൻ സ്പീക്കിംഗ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചെയ്യാം, ചെയ്തിരിക്കും. ആ ടയർ പഞ്ചറായിരുന്നു തോന്നുന്നു. നോക്കട്ടെ, ഇറങ്ങിക്കേ. എപ്പോഴുള്ളതല്ലേ? വാ, കള്ള നടക്കേണ്ടി വരും കുറച്ച്.
എന്നും ആയാലും ഇത് പരിപാടി. വണ്ടി കൊണ്ട് വന്നിട്ട് തള്ളി തള്ളി നടക്കേണ്ട അവസ്ഥ. ചേട്ടാ ഒന്ന് നിക്ക്. ഇതിപ്പോഴെങ്ങാനും ശരിയാവോ? എടാ നിക്ക്, ഞാൻ നോക്കട്ടെ. നിക്ക്, ഇപ്പം ശരിയാക്കാൻ നോക്കാം. ഇപ്പൊ എവിടെയാ നിക്കുന്നേ? ഞാൻ അങ്ങോട്ട് വരാം. അണ്ണ നിങ്ങൾ അറിഞ്ഞാ എന്താ കവലെ ഭയങ്കര ആൾക്കൂട്ടണ്ണ. ആന്ധ്ര നിന്റെ അച്ഛൻ വീണ്ടും വെള്ളം ഓടിച്ചുകൊണ്ട് ആരെങ്കിലും കയറി പിടിച്ച? അതൊന്നും അല്ല പോവാ. പിന്നെ ഏതോ പുതിയൊരുത്തിന് ഭയങ്കര സ്വീകരണം. അതാരടാ? നിങ്ങളുടെ മുറപ്പെണ്ണിൻ്റെ കാമുകനാണെന്ന് തോന്നുന്നു. അതേതാടാ പുതിയ ആപ്പ്? ടിക് ടിക് അണ്ണ, ടിക് ടിക്. നമുക്ക് അവനെ ഉടനെ സ്കെച്ച് ചെയ്യണം. ആരാ? ആ ടിക് ടിക് കണ്ണന. ടിക് ടിക് കണ്ണനല്ല, ടിക് ടിക് കണ്ണാന്ന്. ടിക്ക? ഓ ഞാൻ കയറി വന്ന കുഴി. തമ്പുരാനെ, ഇത്തവണ നമുക്ക് കേരളത്തിലോട്ട് പോണ്ടേ? അടുത്തുവരെ എത്തിയതല്ലേ? ഇല്ല, ഞാൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ അല്ലലില്ലാതെ കഴിഞ്ഞു പോന്നിരുന്നു. ഇവിടെ പുതിയ പുതിയ സംഗതികൾ വന്നപ്പോൾ എന്നെ അവർ മറന്നുപോയി. സ്വന്തം സുഖത്തിനു വേണ്ടി കാൽച്ചുവട്ടിലെ മണ്ണ് വരെ അവർ വിൽക്കാൻ തുടങ്ങി. ശരിയാണ് പ്രഭു. എല്ലാം വിൽപ്പന ചരക്കാക്കുകയാണല്ലോ പുതിയ ലോകത്തിന്റെ രീതി. നമ്മുടെ മാവിലല്ലടാ അതോ പോന്ന്? എവിടെ? ദാ പോണ്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എടാ നേരെ നോക്കടാ അങ്ങോട്ട്. എവിടെ? ചില സംഭവങ്ങൾ മറയ്ക്കാൻ വേണ്ടി അവർ തന്നെ പുതിയ വൈറസുകൾ ഇറക്കി വിട്ടിരിക്കുകയാണല്ലോ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. പോയാൽ 14 ദിവസം തഥൈവ. Mitapan